ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിനായി SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും കോടതി ഇന്ന് വിധി പറയുകയാണ്. കഴിഞ്ഞ ദിവസം N ബാസുവിന്റെയും KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷകൾ കോടതി പരിഗണിച്ചിരുന്നു. പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം. വിവരങ്ങളുമായി ശാലിനി ചേരും. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കൂടി പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം സമർപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ ജാമ്യാപേക്ഷ ഇന്ന് ഈ വിഷയത്തിൽ എന്ത് തീരുമാനം കോടതി എടുക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് എന്നതാണ്. SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുമ്പോൾ കസ്റ്റഡിക്ക് വിടുമ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്നുള്ളതാണ്. നമുക്ക് ശാലിനിയിലേക്ക് പോകാം. ശാലിനി, പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഉണ്ടാകുന്ന ചോദ്യം ചെയ്യൽ അത് വളരെ നിർണായകമാണ്. ഈ കേസ് അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇനി ആരിലേക്ക് പോകും എന്ന സൂചനകൾ നമുക്ക് കൃത്യമായി ഉണ്ട് എന്നുള്ളതാണ്. ശാലിനി പറയും. രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എ പത്മകുമാർ എന്ന് പറയുന്ന വ്യക്തി അതൊരു ചെറിയ മീനല്ല എന്നുള്ളതാണ് SITക്ക് മുൻപാകെ എത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ബന്ധപ്പെട്ടുമൊക്കെ നേരിട്ട് ഇടപാടുകളുള്ള, നേരിട്ട് പങ്കുള്ള എ പത്മകുമാറിൻ്റെ അറസ്റ്റ് അത് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വഴിത്തിരിവ് തന്നെയാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ കസ്റ്റഡിയിലേക്ക് വാങ്ങാനുള്ള അപേക്ഷ കോടതിയിൽ നൽകാൻ പോവുകയാണ് അന്വേഷണ സംഘം. 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി SIT മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചോദ്യം ചെയ്യലിന് എ പത്മകുമാറിനെ വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. പല ഉന്നതരിലേക്കും എ പത്മകുമാറിലേക്ക് എത്തുന്ന ചോദ്യങ്ങളിലൂടെ ഉത്തരം ലഭിക്കുമെന്നുള്ളതാണ് SIT പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ പങ്ക്, ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായും നൽകുന്ന കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനായിരിക്കും സാധ്യത എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് SITയുടെ പ്രത്യേക ഓഫീസിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ നടക്കുകയും അതിനുശേഷം തെളിവെടുപ്പ് അടക്കമുള്ള നിർണായക നടപടികൾ പൂർത്തിയാക്കാനാണ് SIT അന്വേഷണ സംഘം ഒരുങ്ങുകയും ചെയ്യുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച, ഒപ്പം തന്നെ കട്ടടപ്പാളിയിലെ സ്വർണം മാറ്റൽ അടക്കമുള്ള നിർണായകമായിട്ടുള്ള ഈ സ്വർണ്ണ കവർച്ചയിൽ എ പത്മകുമാറിന് പങ്കുണ്ട് എന്നുള്ളത് വാസു അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് SITക്ക് വ്യക്തമായതാണ്. വാസുവിലൂടെ പത്മകുമാറിലേക്കും പത്മകുമാറിൽ നിന്ന് ഇനി ആരിലേക്കൊക്കെ ആയിരിക്കും ആ SITയുടെ അന്വേഷണം നീങ്ങുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഉന്നതരിലേക്ക് അന്വേഷണം എത്തും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക, ചോദ്യം ചെയ്യലിലൂടെ കടകംപള്ളി അടക്കമുള്ളവരുടെ പേരുകൾ വരികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രനെ അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകാനുള്ള നടപടികളിലേക്ക് കൂടി SIT കടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എ പത്മകുമാറിൻ്റെ SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. രാവിലെ 11 മണിയോടുകൂടി കോടതി ഈ അപേക്ഷ പരിഗണിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പത്മകുമാറിന് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട് ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന സമയത്ത്. കൂടാതെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലൂടെ ഉന്നതരിലേക്ക് അന്വേഷണം എത്തിക്കുക എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നടപടി. പ്രത്യേകിച്ച് ഈ ഓരോ 10 ദിവസം കൂടുമ്പോൾ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട പുരോഗതി ഹൈക്കോടതിയിൽ അറിയിക്കേണ്ട സാഹചര്യമുണ്ട് SITക്ക്. സ്വാഭാവികമായും ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ നിലവിലെ സാഹചര്യങ്ങളടക്കം കോടതിയിൽ ഇനി സമർപ്പിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നിർണായകമായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ മുരാരി ബാബു അടക്കമുള്ളവർ നിലവിൽ ഉണ്ട്. ഒപ്പം തന്നെ ഇവരുടെയൊക്കെ അറസ്റ്റുകൾ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ട് പങ്കുള്ളതും ഒപ്പം തന്നെ ഇടപാടുകളൊക്കെ നേരിട്ട് നടത്തുകയും വീടുകളിലടക്കം എത്തി ബന്ധം സ്ഥാപിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം ഈ പറയുന്ന എ പത്മകുമാറിനുണ്ട് എന്നുള്ളതാണ് SIT കണ്ടെത്തിയിട്ടുള്ളത്. നിരന്തരം ഫോണിലൂടെയുള്ള സംഭാഷണങ്ങൾ, നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ, ശബരിമലയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം അടക്കമുള്ള കാര്യങ്ങൾ SITക്ക് ബോധ്യപ്പെട്ട സാഹചര്യം
സാഹചര്യത്തിൽ കൂടിയാണ് എങ്ങനെയാണ് ഈ ബന്ധങ്ങൾ സ്ഥാപിച്ചത്, എവിടെയൊക്കെയാണ് ഈ ഗൂഢാലോചനകൾ നടന്നത്, ആ ഗൂഢാലോചനയുടെ മുഖ്യ കണ്ണി ആരിലേക്കൊക്കെ നീങ്ങുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ആ പരിശോധനയുടെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഈ കേസന്വേഷണം നടന്നു പോകുന്നത്. എന്തായാലും ഇന്ന് കസ്റ്റഡിയിൽ ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുമായി ഒത്തിരി ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് വരും മണിക്കൂറിൽ കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി, എൻ വാസു, മുരാരി ബാബു അടക്കമുള്ളവരുടെ നിർണായക പങ്കുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയിലേക്ക് എത്താനാണ് SIT ഒരുങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഉന്നതരിലേക്കും മറ്റ് വ്യക്തികളിലേക്കും ഈ കേസ് നീളാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. എന്തായാലും പാർട്ടി അടക്കമുള്ളവർ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ട പത്മകുമാറിനെതിരെ എന്നുള്ള നിലപാട് സ്വീകരിച്ച് പശ്ചാത്തലം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സാഹചര്യങ്ങൾ, പ്രചരണങ്ങൾ തുടരുന്ന പശ്ചാത്തലം, അതിനിടയിൽ ഒരു തിരിച്ചടി ഭയന്നുകൊണ്ട് പത്മകുമാർ എപ്പോഴും CPMന്റെ വിശ്വസ്തനാണ്. പല ഘട്ടങ്ങളിലും പിണറായിക്കൊപ്പം നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ വ്യക്തിയാണ്. സ്വാഭാവികമായും അത്തരത്തിലൊരു വിശ്വസ്തനെ നിലവിൽ ചതിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ CPM സ്വീകരിക്കുന്നത്. അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും പാർട്ടി പ്രതിരോധത്തിലാണ്. അതേസമയം തന്നെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം, CPMന്റെ പത്തനംതിട്ട ജില്ലാ നേതൃത്വവും പ്രതിരോധത്തിലായിരിക്കുന്നു. പത്മകുമാർ അടക്കമുള്ളവരുടെ നിർണായകമായുള്ള അറസ്റ്റിൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ നടത്തുമ്പോൾ കൂടുതൽ പേരുകൾ കൂടി പുറത്തു വരികയാണെങ്കിൽ അത് കടുത്ത പ്രതിരോധത്തിലേക്കായിരിക്കും CPMനെ എത്തിക്കുക, സർക്കാരിനെ എത്തിക്കുക.